ചില ആളുകളൊക്കെ മരിക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരുടെയും വിലയറിയാം. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരു കാഴ്ച കണ്ടില്ലേ? മരിച്ച വൃദ്ധയായ ഭാര്യ മറമാടിയ കബറും പുറത്തേക്ക് അയാൾ ദിവസവും വരും. മരിച്ച അന്ന് മുതൽ കഴിഞ്ഞ 16 കൊല്ലായിട്ട് അയാൾ ആ കബറും പുറത്തു വരും. ആ കബർ ഇന്നലെ എങ്ങാൻ മറമാടിയതുപോലെ അതിന്റെ മേലെയുള്ള പുല്ലുകളൊക്കെ അയാൾ പെറുക്കിക്കളയും. വളരെ വൃത്തിയിൽ ആ കബർ അയാൾ കൊണ്ടടക്കും. ആ കബറിന്റെ അരികിലേക്ക് ചെന്ന് ഓരോ തവണയും ഓരോ ഭക്ത നിസ്കാരത്തിനും ആ കബറിന്റെ അരികിൽ ചെന്ന് ആ കബർ ഇങ്ങനെ തൊട്ടുയിഞ്ഞും ആ കബറിന്റെ അടുത്തിരുന്ന് കരഞ്ഞും ആ കബറിലേക്ക് നോക്കിയിട്ട് പടച്ചോനോട് പ്രാർത്ഥിച്ചും നിൽക്കുമ്പോ കണ്ടു നിൽക്കുന്ന ചില നാട്ടുകാർ ചോദിച്ചു, അല്ല കാക്ക, എന്താപ്പങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ജീവിക്കുമ്പോ അവക്ക് എന്തൊക്കെയോ എന്നോട് പറയാണ്ടായിരുന്നു, എനിക്ക് നേരല്ല അതിനും കേൾക്കാൻ. പക്ഷെ ഇന്ന് അവളിന്റെ കൂടല്ല, അവൾ പറയുന്നത് കേൾക്കാൻ എനിക്ക് നേരണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവൾ എന്നോടൊന്നും മിണ്ടാൻ. അവൾ എന്തൊക്കെയോ പറയണമെന്ന് മോഹിച്ചതൊക്കെ എന്നോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ മണ്ണിന്റെ അടി കിടക്കുന്ന അവൾക്ക് എന്നോട് സംസാരിക്കാൻ കഴിവില്ലാത്ത ഈ സമയത്ത് ആ കബറിന്മേൽ കൈ വെക്കുമ്പോ പോലും എന്റെ നെഞ്ചിന്റെ ഉള്ളൊന്ന് പടയും. നാളെ എന്റെയും നിങ്ങളുടെയും ഭാര്യമാര് മണ്ണിന്റെ അടി കിടക്കുമ്പോ ഒരു വക്തിനെങ്കിലും പടച്ചറപ്പിന്റെ നേരെ കൈനീട്ടി പ്രാർത്ഥിക്കുമ്പോ, നാദാ എന്റെ കൂടെ പോന്ന എന്റെ പെണ്ണ് മനസ്സ് വെറുക്കാതെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്നെ കൊണ്ട് കരയാതെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ സ്വർഗം കാണിച്ചു കൊടുക്കുന്ന അവൾക്ക് ദുനിയാവിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മഹാനായ ഒരു ഭർത്താവായിരുന്നു റബ്ബേ ഞാൻ എന്ന ആത്മവിശ്വാസത്തോടെ പറയാൻ നമുക്ക് സാധിക്കുമ്പോ, എന്നെ വിവാഹം കഴിച്ച എന്റെ ഭർത്താവ് നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ എന്റെ സ്വർഗത്തിന് വേണ്ടി 8 കവാടങ്ങൾ തുറക്കപ്പെടാൻ എന്റെ സ്വഭാവം കൊണ്ട് തൃപ്തിപ്പെട്ട് നാളെ പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്കും എന്നെ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവത്തോടുകൂടി ഞാൻ പരിഗണിച്ചവനായിരുന്നു റബ്ബേ എന്റെ ഭർത്താവെന്ന് ആയുസ്സുള്ളപ്പൻ ചിന്തിക്കാൻ പറ്റിയിട്ടില്ലേ? പിന്നെ മരിച്ചിട്ട് കാണിക്കുന്ന ഈ ആർഭാടങ്ങളും അനാചാരങ്ങളും എന്തിനാ മനുഷ്യരെ?